അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പോമാണ് ലാഫിംഗ് സോങ് ബൈ വില്യം ബ്ലേക്ക്. ചിരിക്കുന്ന പാട്ട് അല്ലെ ചിരിക്കുന്ന സംഗീതം ബൈ വില്യം ബ്ലേക്ക്. വില്യം ബ്ലേക്ക് നേച്ചറിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്ന വളരെ ബ്യൂട്ടിഫുൾ പോയിട്ടാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ പോയിട്ടല്ല, കാണാൻ രസമുള്ള പോയിട്ടല്ല, വളരെ ബ്യൂട്ടിഫുള്ളായി എഴുതുന്ന ഒരു പോയിട്ടാണ്. കാണാൻ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് 1, 2, 3 സ്റ്റാൻസയുണ്ട്. വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ ചിത്രം കണ്ടിട്ട് നമുക്ക് മനസ്സിലായി നേച്ചറിനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ ചെടികളും പൂക്കളും പക്ഷികളും ഒക്കെ ഉണ്ട്. സ്ഥിരം പരിപാടി. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇപ്പം തന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. നമുക്ക് ഈ പോം സ്റ്റാർട്ട് ചെയ്യാം. വില്യം ബ്ലേക്കിനെ പറ്റി നിങ്ങൾ അറിയണം. ഇംഗ്ലീഷ് പോയിറ്റ് ആൻഡ് പെയിൻറ്റർ. മക്കളെ, വീട്ടിൽ പെയിന്റ് അടിക്കുന്ന ചേട്ടന്മാരെ പോലെയല്ല, പെയിന്റ് ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കാര്യം ഓർക്കുക. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നതാണോ? അത് ശരിയാണ്. പക്ഷെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾ. ഓക്കെ മക്കളെ, ഇംഗ്ലണ്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ നമ്മൾ വിളിക്കും ഇന്ത്യൻ. എന്താണ്? ഇന്ത്യൻ അല്ലെ, ഇന്ത്യക്കാരൻ എന്ന് വിളിക്കും. അതേപോലെ ഇംഗ്ലണ്ടുകാരനെ ബ്രിട്ടീഷ് വരുന്ന നമ്മൾ ബ്രിട്ടീഷർ എന്ന് വിളിക്കും, ഇംഗ്ലീഷ് എന്ന് വിളിക്കും. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയും. ഓക്കെ, ഭാഷയും ഉണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അവിടെയുള്ള ആൾക്കാരെ നമ്മൾ ഇംഗ്ലീഷ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ വില്യം ബ്ലേക്ക് അവിടെ നിന്നാണെന്ന് മനസ്സിലാക്കോ. ഈ പോയത്തിന്റെ തീം എന്താണ്? വാട്ട് ഇസ് ദ തീം? 2 വാക്കിൽ പറയണ ഈ പോയം എന്താണ്? ദ തീം ഓഫ് ദ പോയം ഇസ് ഹാപ്പിനെസ് ആൻഡ് ജോയ് ഫൗണ്ട് ഇൻ നേച്ചർ. എടാ, ഇതുപോലെ ഒരു പോയം ഉണ്ടായിരുന്നല്ലോ. ജോയ് ഇൻ നേച്ചർ. ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ജോയ് നേച്ചറിൽ ഏത് പോയമാണ് നിങ്ങൾക്ക് അറിയാൻ? കമന്റ് ചെയ്യാം. ഓക്കെ, നേച്ചറിൽ, പ്രകൃതിയിൽ നമുക്ക് സന്തോഷം ഗിഫ്റ്റുകളായിട്ട് തരുന്ന ഒരു പോയം ഉണ്ടായിരുന്നു നിങ്ങളുടെ 7ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക്. ഏതാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. സെയിം കാര്യം അവിടെയും പറയുന്നുണ്ട് അല്ലേ. ആരാ എഴുതിയത്, ഏത് പോയം വന്ന് കമന്റ് ചെയ്യാം. ഹാപ്പിനെസ്സും ജോയും ഉണ്ട് അല്ലേ, സന്തോഷമില്ല, സെയിം മീനിങ് കേട്ടോ. ഇൻ നേച്ചർ, പ്രകൃതിയിൽ സന്തോഷമുണ്ട്. ഹൗ എവറിത്തിങ് ഇൻ നേച്ചർ, മരങ്ങളായിക്കോട്ടെ, മലകളായിക്കോട്ടെ, അരുവികളായിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, പീപ്പിൾ ആയിക്കോട്ടെ, ലോകങ്ങളായിക്കോട്ടെ, എന്ത് വേണായിക്കോട്ടെ, സീംസ് ടു ബി ലാഫിംഗ് ആൻഡ് എല്ലാവരും ചിരിച്ച് ആഘോഷിക്കുകയാണ്. നിങ്ങളും ചിരിച്ച് ആഘോഷിക്കുകയാണെങ്കിൽ ലാഫിംഗ് ഇമോജി ലെറ്റ്സ് സീ. ഓക്കെ, എന്നാണെന്ന് പറയുന്നത്. സമ്മറി പോയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻ ലാഫിംഗ് സോങ് വില്യം ബ്ലേക്ക് ഡിസ്ക്രൈബ്സ് എ ജോയ്ഫുൾ സീൻ ഇൻ നേച്ചർ. നേച്ചറിലെ ഒരു പ്രകൃതിയിലെ സീനാണ്. ഓക്കെ, നല്ലൊരു അടിപൊളി സീനാണ് ഡയറക്ടർ പറയുന്നത്. ഓക്കെ, എവറിത്തിങ് സീംസ് ടു ബി ലാഫിംഗ്, എല്ലാം ചിരിയും സന്തോഷം. എന്തൊക്കെയാണ്? ലോകത്തിലെ സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ ഇരുന്നോട്ടെ. ദ ഗ്രീൻ വുഡ്സ് സ്ട്രീംസ്. ഓക്കെ, മരങ്ങളായിക്കോട്ടെ, നദികളായിക്കോട്ടെ, അരുവികളായിക്കോട്ടെ, മെഡോ എന്ന് പറയുമ്പോൾ ഫീൽഡുകളായിക്കോട്ടെ, പാടങ്ങളായിക്കോട്ടെ, എല്ലാം ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗ്രാസ് ഹോപ്പറിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, പച്ചത്തോളൻ. ഓക്കെ, അവരെല്ലാവരും ചിരിക്കുക. മേരി ഉണ്ട്, സൂസൻ ഉണ്ട്, എമിലി ഉണ്ട്. മേരിയും സൂസനും എമിലി ഇത് ആരാണ്? അവർ ഒരുമിച്ച് ചിരിക്കുന്നുണ്ട്. ഓക്കെ, ബേർഡ്സ് ലാഫ് ഇൻ ദ ഷെയ്ഡ്. ബേർഡ്സ് എന്താണ് ഷെയ്ഡ്, വെയിലില്ലാത്തവിടത്ത് ചിരിക്കുകയാണ്. അവിടെ ടേബിളിൽ ചെറി ഉണ്ട്. മറ്റേ മകളെ, ചെറി ട്രീയിൽ കയറുന്ന ചാപ്റ്ററിന്റെ പേരെന്താണ്? ചെറിയ മരത്തിൽ കയറിയിട്ട് ചെറിയ മരത്തിൽ കയറുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് ഇത് ചാപ്റ്റർ ഒന്ന് കമന്റ് ചെയ്ത് നമ്മൾ തമ്മിലുള്ള സീക്രട്ട്. ഓക്കെ, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അവിടെ നട്ട്സ് ഉണ്ട്. വിശക്കുന്നു ആലോചിച്ചിട്ട്. ഇൻവൈറ്റ്സ് ദ ജോയ് എവ്രി വൺ. എല്ലാവരും വന്നിട്ട് ആഘോഷിക്കാൻ പറയുന്നത്. ഇതാണ് എന്ത്? മേരി സൂസൻ ആരാ? നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യാം. When the green woods laugh with voice of joy and the dimpling stream runs laughing by, when the air does laugh with our merry wit and the green hill laughs with the noise of it. ആദ്യം തന്നെ ഞാൻ പാടിയപ്പോൾ ഒരു ട്യൂൺ കേട്ടിരുന്നു. ട്യൂണല്ല, അവസാനം റൈം. റൈം ഉണ്ടോ നോക്കിയാൽ, റൈം എന്താണെന്ന് ആലോചിച്ച് കിട്ടുകയാണ്. എല്ലാവരും ആൻസർ പറഞ്ഞെ. ഇവിടെ ജോയ് ഉണ്ട്. ജോയ് ബൈ ഉണ്ട്. ഓക്കെ, ബൈ. വിറ്റ് എന്ന് പറയുമ്പോൾ കോമഡി എന്നുള്ളതെന്ന് പറഞ്ഞു വിചാരിച്ച വിറ്റ് ABI അല്ല AA. വിറ്റും ഇറ്റും. അപ്പൊ അതെന്താ റൈം? അപ്പം AABB നിങ്ങൾക്കും കിട്ടിയില്ലെങ്കിൽ അഗ്രി ചെയ്യാം. ഇനി എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇത് ഉറപ്പില്ലല്ലോ AAB. അടുത്ത സ്റ്റാൻസ് പെടും നോക്കി. അടുത്ത സ്റ്റാൻസ് കേട്ടോ. ഗ്രീൻ സീൻ. യെസ്, AA. എമിലി ഹി. BB AABB ഓർപ്പിച്ച AABB ആണ്. അപ്പൊ നമ്മൾ സംശയം ഒന്നും വേണ്ട കേട്ടോ. ഇനി when the green woods എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? പച്ച മരമാണോ? പച്ച മരം അല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ വുഡ്സ് പറയുമ്പോൾ ട്രീസ്. ഓക്കെ, ട്രീസ് ആയിക്കോട്ടെ, ഫോറസ്റ്റ് ആയിക്കോട്ടെ, ജംഗിൾ. അത് ലാഫിയാണ് മക്കളെ. ലാഫിയ എന്ന് പറയുമ്പോൾ എന്താണ്? ചിരിക്കുക. നിങ്ങളുടെ ഇമോജി ഭാഷയിൽ പറയല്ലേ, അങ്ങനെ ചിരിക്കില്ലേ, കണ്ണൊക്കെ ഇങ്ങനെ തെറിക്കുന്നത് ചിരിക്കുകയാണ്. ഓക്കെ, ലോൽ ചെയ്തുകൊണ്ടിരിക്കുക, ലോലിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ മരങ്ങളൊക്കെ LOL ചെയ്തുകൊണ്ടിരിക്കുക, ലോൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റോളിംഗ് ഓൺ ദ ഫ്ലോർ ലാഫിംഗ്. നിങ്ങൾക്ക് അറിയാന്നറിയില്ല. ഓക്കെ, വിത്ത് ദ വോയിസ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ ശബ്ദത്തിൽ മരങ്ങൾ ആലോചിച്ചൊക്കെ ചിരിക്കുന്നത്. മരങ്ങൾ വലിയ
ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം, ചുളിവുകളുള്ള ഡിംപ്ലിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിംപ്ലിംഗ് സ്ട്രീം, ചുളിവുകളുള്ള അരുവി. ഓക്കെ, സ്ട്രീം, തോട് റൺസ് ലാഫിംഗ് ബൈ, അത് ഓടിക്കൊണ്ടിരിക്കുക. റൺസ് ലാഫിംഗ് ബൈ, ചിരിച്ചുകൊണ്ടാണ് ഓടുന്നത്. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരം ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു തോടിങ്ങനെ ഓടിക്കൊണ്ട് ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോയിട്ടും വൈഫൈ നെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് പ്രകൃതിയായിട്ട് അങ്ങ് കണക്ഷൻ ഭയങ്കരമായി പോയി. When the air does laugh, okay, എപ്പോഴാണ് എപ്പം എന്താണ് എയർ ചിരിക്കുന്നു വിത്ത് മെരി വിറ്റ്. മെരി വിറ്റ് അടിച്ചപ്പോൾ കാറ്റ് ചിരിക്കാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ടാണ് നോക്കിയേ? മെരി വിറ്റ് എന്ന് പറയുമ്പോൾ വിറ്റാട്ടോ, വിറ്റല്ല വിറ്റ്. ഓക്കെ, പ്ലേഫുൾ, ഹ്യൂമർ ഓർ ചിയർഫുൾ, ഒരു സന്തോഷം, ഒരു ജോളി, ഒരു സന്തോഷമുള്ള ഒരു ജോളി കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ കാറ്റും, ഓക്കെ, വായു കാറ്റും ചിരിക്കുന്നു. ആൻഡ് ദ ഗ്രീൻ ഹിൽ, അവിടെയുള്ള ഒരു പച്ച മലയും ചിരിക്കുന്നുണ്ട് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. ഒരു മല ചിരിക്കുമ്പോൾ ആലോചിച്ച് ഭയങ്കര ഒച്ചയല്ലേ, അപ്പൊ നോയ്സ് ആയിട്ട് ചിരിക്കുന്നു എന്നാ പറയുന്നത്. എന്താ ഇവിടെ മരം ചിരിക്കുന്നു എന്ന് പറയുന്നു, ഡിംപ്ലിംഗ് സ്ട്രീംസ് ഓടുന്നു എന്ന് പറയുന്നു, എയർ ചിരിക്കുന്നു എന്ന് പറയുന്നു, മരം എന്താണ്, മല ചിരിക്കുന്നു. മക്കളെ, ഇവിടെയൊക്കെ എന്താണ് പെർസോണിഫിക്കേഷൻ. മരം, വായു, കാറ്റ്, സ്ട്രീം, ഹില്ല് ഒന്നും ജീവനുള്ള സാധനമല്ല. അവരെങ്ങനെ ചിരിക്കുക? അവര് പേഴ്സണുകൾ ചെയ്യുന്ന, മനുഷ്യർ ചെയ്യുന്ന കാര്യം എങ്ങനെ ചെയ്യുന്നു? ഇറ്റ് ഈസ് കോൾഡ് പെർസോണിഫിക്കേഷൻ. എല്ലാവരും ഓർത്തോ, പെർസോണിഫിക്കേഷൻ. ഇനി ഇമേജറി ഉണ്ട് മക്കളെ. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമേജറി ഇല്ലേ? എന്താണ് ഇമേജറി? നമ്മുടെ വളരെ നല്ലൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലേ? മലവും എന്താണ് തോടും എല്ലാം ഇടാതെ ഇമേജറി വളരെ ബ്യൂട്ടിഫുൾ. ഇവിടെ റെപ്പറ്റീഷൻ ഉണ്ട് നോക്കിയേ. എല്ലായിടത്തും ഒരു ലാഫിംഗ് ഉണ്ട് അല്ലേ? ലാഫിംഗ്, ഇവിടെ ലാഫ്, ചിരിക്കുന്നതിനെ പറ്റിയിട്ട്, അതാണ് റെപ്പറ്റീഷൻ കേട്ടോ. അവിടെ റിപ്പീറ്റ്, ലാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അസോണൻസ് ഉണ്ട് ഇവിടെ നോക്കിയാൽ. അസോണൻസ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്തൊക്കെയാണ് വവൽസ്? AEIOU. ഈ വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈനിൽ കുറേ റിപ്പീറ്റ് ആകുമ്പോൾ നമ്മൾ അസോണൻസ് എന്ന് പറയും. നോക്കിയേ, ഇവിടെ ഞാൻ വായിക്കുമ്പോൾ നോക്കിക്കോട്ടോ. വോയിസ് ഓഫ് ജോയ്, എവിടെ ഒരു ലെറ്റർ നിങ്ങൾക്ക് ഒരു സൗണ്ട് AEIOU ഏത് അല്ലേ? വോയിസ് ഓഫ് ജോയ്. നോക്കിയേ, എന്താണ് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നത്? വോയിസ് ഓഫ് ജോയ്. അവിടെ ഓ സൗണ്ട് കുറച്ച് കൂടുതലല്ലേ? എന്താണ് ഓ സൗണ്ട്? അതാണ് അസോണൻസ്. എന്താണ്? അതാണ് അസോണൻസ്. ഓക്കെ, വേറെ എവിടെയെങ്കിലും അസോണൻസ് കാണോ? ഡിംപ്ലിംഗ് സ്ട്രീം, അവിടെ റിപ്പീറ്റ് ഒന്നുമില്ല അല്ലേ? വോയിസ് ഓഫ് ജോയ്. എല്ലാം ഓർത്തിരിക്കുന്നു, ഓർത്ത് വെച്ചോട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത സ്റ്റാൻസ് എന്താണ്? വീണ്ടും ചിരിക്കാൻ പോകുന്നത്. When the meadows laugh with lively green. എടോ, പാടം അല്ലെങ്കിൽ എന്താണ് തോട്, എന്തിനായിക്കോട്ടെ, പുൽമേടുകളാ. ഇവിടെ നിങ്ങൾക്ക് ഫീൽഡുകളാണല്ലേ. പാടം ചിരിക്കുകയാണ്. എന്താണ്? പച്ചപ്പ് വെച്ചിട്ട്, പച്ചപ്പ് കൊണ്ട് ചിരിക്കണം. ആൻഡ് ഗ്രാസ് ഹോപ്പർ, പച്ചത്തുള്ളൻ, നമ്മുടെ എന്താണ് തുൾപ്പുഴു അഥവാ പച്ചത്തുള്ളൻ, പച്ച വെറ്റിൽ, എന്ത് വേണായിക്കോട്ടെ, അയാളും ചിരിക്കുകയാണ്. ഇൻ മെറി സീൻ, ഫുൾ ഹാപ്പി ആയിട്ടുള്ള സീനിൽ ചിരിക്കുകയാണ് ഇയാളും. ഓക്കെ, ഇയാൾ ചിരിക്കുക. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി, ഇതാരാന്ന് എനിക്കും അറിയില്ല. പോയിട്ടിന്റെ വല്ല എന്താണ് നീസോ അല്ലെ ചേച്ചിന്റെ മക്കളായ ആരെങ്കിലും ആയിരിക്കും. നിൽക്കും. വിത്ത് ദെയർ സ്വീറ്റ് റൗണ്ട് മൗത്ത്, ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ, കുഞ്ഞു പെൺകുട്ടികളെ അങ്ങനെ ചിരിക്കുകയാണ്. അവരും ചിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, ഇതാ മേരി, ഇത് സൂസൻ, ഇതാ എമിലി. അല്ല, ഇതായിരിക്കും എമിലിയിലെ ആര് വേണം ആയിക്കോട്ടെ. എല്ലാവരും ചിരിക്കുകയാണ്. വീണ്ടും ഇവിടെ മക്കളെ മെഡോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗ്രാസ്ലാൻഡ്. ഓക്കെ, ഇങ്ങനെ കുറെ പാടം പോലെ നിൽക്കും. ഓക്കെ, മെഡോ ചിരിക്കുന്നു. മെഡോന് ജീവനില്ല, മെഡോനെ പെർസോണിഫൈ ചെയ്തു. ഗ്രാസ് ഹോപ്പർ ചിരിക്കോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പച്ചത്തുള്ളനെ കണ്ടിട്ട് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിരിക്കുന്നത് ലാഫിംഗ് ഇസ് ദ ഹ്യൂമൻ ക്വാളിറ്റി, മനുഷ്യർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പെർസൺ ചെയ്യുന്നതായോണ്ട് പെർസോണിഫിക്കേഷൻ കൊടുത്തു. ഓക്കെ, റെഡി? ഇവിടെ ഹി എന്നുള്ള റെപ്പിറ്റേഷൻ ഉണ്ട്, വേണം എഴുതി വെച്ചോ. ഓക്കെ, റെഡി? അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസ. പോയം ഇസ് ഓവർ. സിമ്പിൾ ഡിംപിൾ. ഓക്കെ, വെൻ ദ പെയിന്റഡ് ബേർഡ്സ്, പെയിന്റ് അടിച്ച പക്ഷികളോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പക്ഷിനെ പിടിച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ടോ? ഇല്ല. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം കേട്ടോ അവിടെ. നോക്കിയേ, വെൻ ദ പെയിന്റഡ് ബേർഡ്സ്, പെയിന്റഡ് ബേർഡ്സോ, പെയിന്റഡ് അടിച്ച എന്തിനാ പക്ഷികൾ, ലാഫ് ഇൻ ദ ഷെയ്ഡ്, അവര് അവിടെ നിന്ന് ഷെയ്ഡിൽ അല്ലേ, വെളിച്ചില്ലാത്ത എന്താണ് തണലിൽ നിന്ന് ചിരിക്കുകയാണ്. അവര് ചിരിക്കുകയാണ്. വെൻ ആർ ടേബിൾ, നമ്മുടെ ടേബിളിൽ എന്താണ് വിത്ത് ചെറീസ്, ചെറികളുണ്ട്, നട്ട്സും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക, സ്പ്രെഡ് ചെയ്യുക. കം ലൈവ് ആൻഡ് ബി മെറി, കം ലിവ് ആയിരിക്കും കേട്ടോ. വരൂ, ജീവിക്കൂ, സന്തോഷിക്കൂ, ആൻഡ് ജോയിൻ വിത്ത് മീ, ഞങ്ങളുടെ കൂടെ വരൂ. ഇത്ര സന്തോഷമാകുമ്പോൾ ഇവർക്ക് പരീക്ഷയൊന്നും ഇല്ലേ? 7ാം ക്ലാസ് എക്സാം ആകുമ്പോൾ ഇവർക്ക് അറിയില്ല എന്ത് കഷ്ടമാണെന്നില്ലേ? നിങ്ങൾക്കറിയാലേ കഷ്ടമാണല്ലേ? എപ്പോഴും ഇങ്ങനെ ഹാപ്പി സീനാണോ? ഇല്ല. പരീക്ഷ വരുമ്പോൾ എന്താ ഇവർ കരയായിരിക്കും അല്ലേ?
to sing the sweet chorus. ആ മധുരമായ കോറസ് ഓഫ് ഹാ ഹാ ഹി. എന്ത് പാട്ടാ ഹാ ഹാ ഹി? ഓ, കോറസ് എന്ന് പറയുമ്പോൾ മെയിൻ സ്റ്റാൻസ്, മെയിൻ പാരഗ്രാഫ് കേട്ടോ, ഒരു പാട്ടിൻ്റെയൊക്കെ മെയിൻ പാരഗ്രാഫ്. ഓക്കെ, അപ്പം ഈ കുട്ടികളും പക്ഷികളും ഒക്കെ ഉണ്ട് അവിടെ വന്നിട്ട് നമ്മുടെ കൂടെ വാ, നമുക്ക് പാടാം, എക്സാം ഒക്കെ ക്യാൻസൽ ചെയ്യുന്നത് പറയുന്ന പോലെ. എന്ത് സന്തോഷം അല്ലേ? അതാണ് പറയുന്നത്. വീണ്ടും പെയിന്റ് അടിച്ച ബേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പെയിന്റ് അടിച്ച ബേർഡിന് നമ്മൾ പെയിന്റ് ചെയ്തിട്ടില്ല, പക്ഷെ എന്താണ് ആ കളർഫുൾനെസ്, ആ ബേർഡിന്റെ കളർഫുൾ നേച്ചർ. പക്ഷികളൊക്കെ കാക്കേനെ പറ്റിയിട്ടല്ല, കാക്കയും പ്രാവിനെയും പറ്റിയിട്ടല്ല കേട്ടോ, കളറുള്ള പക്ഷികളല്ല. ഹമ്മിങ് ബേർഡ്, ബട്ടർഫ്ലൈ ഒക്കെ പോലെ, ബട്ടർഫ്ലൈ ഇൻസെക്ട് ആണ്, കളർഫുൾ ബേർഡ്സ്. ഓക്കെ, കളർഫുൾ ബേർഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയറ്റ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നേച്ചറില് സന്തോഷവും ചിരിയും ഭയങ്കര, കുറച്ച് കോമഡി കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എവറിത്തിങ് ഇൻ നേച്ചർ, ട്രീ ആയിക്കോട്ടെ, മരം ആയിക്കോട്ടെ, എന്ത് വേണമായിക്കോട്ടെ, എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങളും ചിരിക്കുന്നില്ല എന്നാ ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവരും വന്ന് ഒരുമിച്ച് ചിരിക്കാനാണ് പറയുന്നത്. പോയം അപ്രീസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പേ ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൂ ഇസ് ദ സ്പീക്കർ ഓഫ് ദ പോയം? മക്കളെ, സ്പീക്കർ ഏതാ? ബോട്ടിന്റെ സ്പീക്കർ ആണോ? JBL ആണോ? അല്ല. ആരാണ് സംസാരിക്കുന്നത്? സ്പീക്കർ ഓഫ് ദ പോയം ഇസ് ദ പോയറ്റ്. ആരാണ്? പോയറ്റ് വില്യം ബ്ലേക്ക് ആണ് ഇതിനെ പറ്റി പറയാം. വില്യം ബ്ലേക്ക് പറയാണ് ഇതൊക്കെ. വാട്ട് ഇസ് ദ പോയിന്റ് മീൻ? ഡിംപ്ലിംഗ് സ്ട്രീം. ആ ഡിംപിളുള്ള അരുവിയാണോ? അല്ല, അരുവിയല്ല, നമ്മുടെ തോടാണോ? അല്ല. റെഫേഴ്സ് സ്ട്രീം ദാറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക് ഇറ്റ്സ് ലാഫിങ്. നമ്മൾ ചിരിക്കുമ്പോഴാണ് ഡിംപിൾ അല്ലേ? ഈ ചുളിവുണ്ട്, ഈ ചുളിവ്, ഇതിനെ ഡിംപിൾ എന്ന് വിളിക്കും. എനിക്ക് അത്ര കറക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഈ ചുളിവുകൾ. അപ്പം നമ്മുടെ റിവർ നോക്കിയാൽ, റിവർ ഇങ്ങനെ പോട്ടോ, റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് അതിങ്ങനെ ചിരിക്കുന്നുണ്ട്. ഈ ചുളിവ് കണ്ടോ? അതാണ് പറയുന്നത്. ഓക്കെ, അവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ, കാണുന്നില്ല? ഇപ്പം എല്ലാം മനസ്സിലായി. അതാണ് ഡിംപ്ലിംഗ് സ്ട്രീം. ചുളിവുകളുണ്ട്, റിപ്പിൾസ്, ഇങ്ങനെ റിപ്പിൾസ്, വെള്ളത്തിൽ ഇങ്ങനെ റിപ്പിൾസ് ഉണ്ട്. ഇതാണ് റിപ്പിൾസ്. ഇങ്ങനെ ചുളിവുകളൊക്കെ ഉണ്ടാവില്ല, അതാണ് പറയുന്നത് ഡിംപിൾ. എന്താ ചെയ്യാൻ സാറിൻ്റെ ഒരു കഴിവ്. ഹൗ ഡു ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദിയർ ഹാപ്പിനെസ്? അവരെങ്ങനെ ഹാപ്പിനെസ് ചിരിക്കുക, സന്തോഷം പാടല്ലേ? അവരെന്താ ചിൽഡ്രൻ സന്തോഷമാണെന്ന് കാണിക്കാൻ പാട്ട് പാടാണ്. ഹാ ഹാ ഹി. ഏത് പാട്ടാണത്? വൈ ആർ ദ ബേർഡ്സ് പെയിന്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെയിന്റ് അടിച്ചു, ക്യാമലിന്റെ പെയിന്റ് ബ്രഷ് എടുത്തിട്ട് പക്ഷികളെ ഇവിടെ വാ പെയിന്റ് അടിക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല, ബേർഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് പെയിന്റഡ്. എന്തിനാണ്? ആ കളറാണ്, വളരെ കളർഫുൾ ആണ്. ദിയർ ബ്രൈറ്റ് കളർഫുൾ ഫെദേഴ്സ് മേക്ക് ദം ലുക്ക് ലൈവ്ലി. ഭയങ്കര പെയിന്റ് അടിച്ച പോലെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദ പോയിറ്റ് ആസ്ക് us to do? നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞു? ഹോംവർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? കൂടെ വന്ന് ചിരിക്കുക, come on എന്ന് പറയാം അല്ലേ? The poet invites us to join in the joy and celebrate with nature. നേച്ചറിന്റെ കൂടെ ആഘോഷിക്കാനാണ് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, why do you think the poem is titled Laughing Song? ചിരിക്കുന്ന പാട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇവിടെ എല്ലാവരും ചിരിക്കുകയാണ്. നേച്ചർ ആയിക്കോട്ടെ, മരം ആയിക്കോട്ടെ, റിവർ ആയിക്കോട്ടെ, ഹിൽ ആയിക്കോട്ടെ, ഗ്രാസ് ഓപ്പർ വരെ. എമിലി സൂസൻ ആൻഡ് റോസിയോ ആരായിരുന്നു? എമിലി സൂസൻ ഒരു കുട്ടി കൊണ്ടുണ്ടായിരുന്നല്ലോ, ആ പേര് വേണ്ട, നിങ്ങൾ നോക്കി. എല്ലാവരും ചിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഇൻ നേച്ചർ. ഇഫ് എവറിത്തിങ് ഈസ് സിംഗിങ്. എൻ്റെ എല്ലാവരും കൂടി ചിരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പോയം അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കാൻ മറക്കരുത്. പോയറ്റിക് ഡിവൈസ് ഞാൻ ലൈൻ ബൈ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതോടെ മക്കളെ, യു ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ കോൾഡ് ലാഫിംഗ് സോങ് ബൈ വില്യം ബ്ലേക്ക്.